Hi friends, welcome to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ടോപ്പിക് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അതെ, ഹീറ്റ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ ഹെയർ നമുക്ക് എങ്ങനെ കേൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു വേവി ഹെയർ ഉള്ള ആളാണ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഹെയർ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഹെയർ ഒന്ന് കേൾ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കാം. ഇതിന് നമ്മൾ ഹീറ്റ് യൂസ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഫ്ലെക്സി റൂട്ട്സ് വേണ്ട, ഒന്നും തന്നെ വേണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പം കിട്ടുന്ന ഒരു സംഭവം ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഹെയർ കേൾ ചെയ്തെടുക്കാം. അപ്പോ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഹെയർ കേൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട എന്താന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് സാധാരണ ഫ്ലെക്സി റോഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഹീറ്റ് ഒന്നും ചെയ്യാതെ. അപ്പോൾ അതിന് പകരം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണിത്. നമ്മുടെ വീട്ടില് ബനിയൻ ക്ലോത്ത് ഉണ്ടല്ലോ, അതിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. കണ്ടോ, ബനിയൻ ക്ലോത്ത് തന്നെ വേണം. അപ്പോൾ ഇങ്ങനെ കണ്ടോ, വലിയുന്ന ടൈപ്പിലുള്ള ബനിയൻ ക്ലോത്ത്. അപ്പൊ ഇതാകുമ്പോൾ നമ്മുടെ ഹെയർ ഡാമേജ് ഒന്നും വരാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതുപോലുള്ള ബനിയൻ ക്ലോത്ത് എടുക്കുക. അതിങ്ങനെ ഈ ഒരു അളവിൽ കണ്ടോ, ഈ ഒരു നീളത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പേപ്പറാണ്. ഞാനിവിടെ ഇതുപോലെ 2 പേപ്പർ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് നമുക്ക് പിന്നെ വേണ്ടത് ഒരു കത്രിക. ആദ്യം നമ്മള് ഈ പേപ്പറിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഒന്നുകൂടെ ഇങ്ങനെ കട്ട് ചെയ്യാം. ഈ ഒരു അളവില് പേപ്പർ കട്ട് ചെയ്തെടുക്കുക. കണ്ടല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഒരു തുണിയുടെ പീസ് എടുക്കുക. അതിനുശേഷം ഇതിന്റെ മിഡിലായിട്ട് ഇതിങ്ങനെ റോൾ ചെയ്ത് വെക്കുക. കണ്ടോ, ഇതുപോലെ എല്ലാം ഇതുപോലെ ചെയ്ത് വെക്കുക. ഇത് ഒട്ടിച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. കണ്ടോ, അതുപോലെ റോൾ ചെയ്തെടുക്കുക. കണ്ടല്ലോ. അപ്പൊ ഇതുപോലെ ഇതെല്ലാം ഈ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇതുപോലെ ചെയ്തു വെക്കുക. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഹെയർ കേൾ ചെയ്യാന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ അല്ലെ. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഹെയർ കേൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ സാധനം മാത്രമാണ് വേണ്ടത്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ആദ്യം നമ്മുടെ ഹെയർ 2 സൈഡിലേക്കും ഇങ്ങനെ 2 പാർട്ടായിട്ടിട്ട് നന്നായിട്ട് കോംബ് ചെയ്യുക. നമ്മൾ ഈ കേൾ ചെയ്യുമ്പോൾ ഒരു ചെടക്കും പാടില്ല, നല്ല നീറ്റായിട്ട് കോംബ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ കോംബ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ച് ഹെയർ സിറം അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഹെയർ സിറം നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാന്ന് വെച്ചാൽ അത് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഞാനിവിടെ ആലോവേര ജെല്ലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഹെയറിലേക്ക് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കേൾ കുറെ നേരം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോ ഹെയർ സിറം ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഒരു ചെറിയ പോർഷൻ ഹെയർ എടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം. ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു സംഭവം എടുക്കുക. ഇതിലേക്ക് ഇതിങ്ങനെ
ചുറ്റി വെക്കുക. അതിനുശേഷം ഇവിടെ വെച്ചത് കെട്ടുക. കണ്ടോ, ഇതുപോലെ എല്ലാം ചെയ്യാം. അപ്പം നമ്മൾ വേണ്ട ഇതുപോലെ ഞാൻ ഫുൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്ത് വെക്കുക. ഇനി നമ്മളിതൊരു 6 മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം, എന്നാലേ നമുക്ക് നല്ല കേളായിട്ട് വരുള്ളൂ നമ്മളെ ഹെയർ. അപ്പം നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ഇങ്ങനെ ചെയ്തിട്ട് കിടന്നിട്ട് രാവിലെ എണീറ്റ് ചെയ്താലും നന്നായിട്ട് വരും. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂറെങ്കിലും വെച്ചിരിക്കുക ഇതുപോലെ. ഹലോ, അപ്പം നമുക്ക് തയ്ച്ചു നോക്കണ്ടേ? അപ്പോൾ ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ഏകദേശം ഒരു 3 മണിക്കൂറേ ആയിട്ടുള്ളൂ, വെറും 3 മണിക്കൂർ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കിടക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ സമയം കിട്ടും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു 5-6 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ കുറെ കൂടെ നല്ല കേളായിട്ട് വരും. ഇതിപ്പോൾ ഒരു 3 മണിക്കൂർ ഞാൻ വെച്ചിട്ടുള്ളൂ. നമുക്കിത് ഇപ്പോൾ എന്താണ് അവസ്ഥയെന്ന് അഴിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? അപ്പൊ ഇതൊരു ചെറിയ കേളാണ്. കുറച്ച് കൂടുതൽ സമയം നമ്മൾ വെക്കുന്നതനുസരിച്ച് നന്നായിട്ട് കേളായി വരും. ഇതിപ്പോ വെറും 3 മണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേളാണ്. കണ്ടോ? അപ്പൊ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇതാണ് നമ്മള് ഹീറ്റും ഫ്ലെക്സി റോഡ്സും ഒന്നും യൂസ് ചെയ്യാതെ ഹെയർ കേൾ ചെയ്യേണ്ട രീതി. ഇതിനകത്ത് നമ്മള് ഒരു ഡാമേജ് നമ്മുടെ ഹെയറിന് വരില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എടുക്കുന്ന ക്ലോത്ത് സോഫ്റ്റ് ബനിയൻ ക്ലോത്ത് ആയിരിക്കണം. അത് നമ്മുടെ ആ ഹെയർ ഡാമേജ് ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബനിയൻ ക്ലോത്ത് തന്നെ എടുക്കണമെന്ന് പറയുന്നത്. പിന്നെന്താ, കുറച്ച് സമയം നമ്മളിത് കെട്ടി വെക്കാൻ എടുക്കുന്ന കുറച്ച് സമയമുണ്ട്, അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യാൻ എടുക്കുന്ന കുറച്ച് സമയമുണ്ട്. അതാണ് ഇതിന്റെ ഒരു ഡ്രോബാക്ക്. അപ്പോൾ അത് അല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒരു ഡാമേജ് നമ്മുടെ ഹെയറിന് വരില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു 3 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കേൾ കിട്ടും. കുറച്ചുകൂടെ സമയം കൂടുതൽ വെക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ നല്ല കേൾ കിട്ടും. ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പെട്ടെന്ന് അഴിച്ചെടുക്കുമായിരുന്നു. അപ്പം എനിക്ക് ഈ ഒരു കേൾ മതി, അതാണ്. പിന്നെന്താ, ഇപ്പം നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പുറത്ത് പോകണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്റ്റൈലാണ്. ട്രാവലൊക്കെ പോകുമ്പോഴും ഒക്കെ നമുക്ക് ഈ ഒരു ഹെയർ ഇങ്ങനെ ഒന്ന് കേൾ ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെന്താ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതുതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.